CISF ഉദ്യോഗസ്ഥർ പ്രതികളായ കൊലപാതക കേസിൽ നീതി ആവശ്യപ്പെട്ട കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബം. കുറ്റവാളികളായ 2 CISF ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് കൊല്ലപ്പെട്ട ഐവിൻ ജിജോയുടെ മാതാവ് റിൻസിയും പഴുതടച്ചുള്ള അന്വേഷണം നടത്തണമെന്ന് പിതാവ് ജിജോയും ആവശ്യപ്പെട്ടു. നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകും. കുറ്റവാളികൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണം. ഇനി ഒരമ്മയ്ക്കും ഈ ദുർവിധി ഉണ്ടാകരുത്. കടുത്ത ശിക്ഷ നൽകണം. നിയമ പോരാട്ടം മകന് വേണ്ടി മാത്രമല്ലെന്നും സമൂഹത്തിന് വേണ്ടിയാണെന്നും കുടുംബം വ്യക്തമാക്കി. വ്യാഴാഴ്ച രാത്രി 11 മണിയോടെ നായത്തോട് വെച്ചായിരുന്നു അതിദാരുണമായി ഐവിൻ കൊല്ലപ്പെട്ടത്. CISF SI വിനയകുമാർ തുറവൂർ സ്വദേശിയായ ഐവിൻ ജിജോയെ 1 കിലോമീറ്ററോളം ബോണറ്റിലിട്ട് വാഹനം ഓടിക്കുകയും തള്ളിയിട്ട് കാർ കയറ്റി കൊല്ലുകയുമായിരുന്നു. വാഹനത്തിന് സൈഡ് നൽകാത്തതിലെ തർക്കത്തെ തുടർന്നായിരുന്നു ദാരുണമായ കൊലപാതകം. ഐവിൻ ഓടിച്ച കാറിനെ വിനയകുമാർ സൈഡ് നൽകിയിരുന്നില്ല. നായത്തോട് ഭാഗത്തെത്തിയപ്പോൾ സൈഡ് നൽകാത്തത് ഐവിൻ ചോദ്യം ചെയ്തു. ഇതിൽ പ്രകോപിതനായാണ് വിനയകുമാർ ഐവിനെ ബോണറ്റിലിട്ട് വാഹനം ഓടിച്ചത്. പരിക്കേറ്റ ഐവിൻ ജിജോയെ ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവത്തിൽ വിനയകുമാറിനെയും കോൺസ്റ്റബിൾ മോഹനെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര അന്വേഷണത്തിനും CISF DIG നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരം ആളുകൾ സേനയ്ക്ക് അപമാനമാണ്. CISF ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് റോജി M. ജോൺ പറഞ്ഞു. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ CISF ഉള്ള സർവീസിലുണ്ട് എന്നുള്ളത് സർവീസിന് തന്നെ നാണക്കേടാണ്, നമ്മുടെ സേനയ്ക്ക് തന്നെ നാണക്കേടാണ്. അതുകൊണ്ട് കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവണം. പഴുതടച്ചിട്ടുള്ള അന്വേഷണം, അതുപോലെ തന്നെ ഇതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഈ ആളുകളെ, കുറ്റക്കാരായിട്ടുള്ള ഇവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കുകയും ചെയ്യണം. ഇത്തരത്തിലുള്ള ആളുകളൊന്നും നമ്മുടെ സേനയ്ക്ക് അപമാനമാണ്.